ബാംഗ്ലൂരിനകത്ത് ഗിരീഷ് എന്ന് പറയുന്ന 27-കാരന് എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇവന്റെ വധുവായിരുന്നു ശുഭ എന്ന് പറയുന്ന 21-കാരി. ഇവരെ ഫാമിലിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചതായിരുന്നു ശുഭയെ. പിന്നീട് ഇവർ രണ്ടുപേരും ബാംഗ്ലൂരിലെ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്തോട് പോവുകയാണ്. ഈ ശുഭ ഇതുവരെ വിമാനം ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഗിരീഷിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അന്ന് സ്ഥലത്തെത്തിയപ്പോൾ രണ്ടുപേരാണെങ്കിൽ ബൈക്കിൽ നിന്ന് ഇറങ്ങി വരികയും പിന്നീടാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ ഗിരീഷിനെ മർദ്ദിക്കുകയും ചെയ്തു. പിന്നീടാണ് അവിടെ നിന്ന് ആളുകളെല്ലാം ഓടി വരികയും ചെയ്യുകയാണ്. പിന്നീട് ധാരാളം വണ്ടിക്ക് കൈകാട്ടിയെങ്കിലും ഒരു വണ്ടി പോലും അവിടെ നിർത്താൻ വേണ്ടി കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ധാരാളം മോഷണം നടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ആളുകൾക്കെല്ലാം ഭയമായിരുന്നു. അങ്ങനെ ഇരിക്കെ വയസ്സായ ഒരു കപ്പിൾസ് പോകുന്ന കാറാണ് അവിടെ നിർത്തുകയും ചെയ്തു. പിന്നീട് പെട്ടെന്ന് തന്നെ ഈ വണ്ടീനകത്ത് ഇട്ടുകൊണ്ട് തന്നെ ഗിരീഷിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിലെത്തി പിറ്റേ ദിവസമായപ്പോൾ ഗിരീഷ് മരണപ്പെടുകയും ചെയ്തു. പിന്നീടാണ് പോലീസ് ആ സ്ഥലത്തോട്ട് വന്നതിന് ശേഷം ഈ ഭാര്യയാകാൻ പോകുന്ന ശുഭയുടെ മൊയ്യും കാര്യങ്ങൾ പോലീസുകാർ എടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും വൈകുന്നേരം ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ്. ഞാനായിരുന്നു ഗിരീഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഗിരീഷ് എൻ്റെ കൂടെ വരികയും ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ലഞ്ച് കഴിച്ചതിന് ശേഷം ഞാൻ ഗിരീഷിന്റെ പക്കൽ പറയുകയാണ്, ഇതുവരെ ഞാൻ വിമാനം ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്നെ കാണിക്കുവോ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഗിരീഷ് എന്നോട് വാ ബൈക്കിൽ കയറി ഞാൻ എന്താക്കാം കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്നെ കൂട്ടി കൊണ്ടുപോവുകയും ചെയ്തു. അന്നേ സ്ഥലമാണ് ഈ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ രണ്ടുപേരാണ് വന്നതിന് ശേഷം പിന്നീട് അതിൽ നിന്ന് ഒരാളാണ് ഈ ഇരുമ്പ് റോഡ് വെച്ചുകൊണ്ട് തന്നെ ഗിരീഷിനെ തലക്കടിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. പിന്നീട് ആളുകളെല്ലാം തടിച്ചുകൂടിയും പിന്നീട് വൈക്ക വന്നൊരു കാറിനകത്താണ് കയറ്റിയതിനു ശേഷം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ പറയുകയും ചെയ്തു. ഈ മേഡർ കേസും കാര്യങ്ങളും പിന്നീട് വളരെയധികം വലിയ രീതിയിൽ തന്നെ പോലീസുകാർക്ക് തലവേദന ആവുകയും ചെയ്തു. പിന്നീടാണ് നാണയ്യ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ കേസ് കൈമാറുകയും പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാണയ്യായിരുന്നു പിന്നീട് ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പിന്നീട് നടത്തിക്കൊണ്ടിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുന്നോട്ടുള്ള അന്വേഷണം കാര്യങ്ങൾ നാണയ്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇവരെ എൻഗേജ്മെന്റ് പാർട്ടി എങ്ങനെയാണ് നടന്നിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് തന്നെ പോലീസുകാർ ഇത്തരത്തിൽ തന്നെ ആ എൻഗേജ്മെന്റ് പാർട്ടിയുടെ കാസറ്റും കാര്യങ്ങളും ഇവരുടെ പക്കൽ ചോദിച്ചതിന് ശേഷം ആ കേസറ്റും കാര്യങ്ങളും നാണയ്യ ഇട്ട് പലതവണ കാണുകയും ചെയ്തു. അതിൽ നിന്ന് നാണയ്ക്ക് ഒരു ലീഡും കാര്യങ്ങളും ലഭിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ശുഭയുടെ ഫോണും കാര്യങ്ങളും പോലീസ് ആ ട്രേസും കാര്യങ്ങളും ട്രേസ് ചെയ്തു നോക്കിയപ്പോൾ ആ ഡിസംബർ 3-ാം തീയതി 75ഓളം തവണ ഒരു മൊബൈലിനകത്ത് വിളിച്ചിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു. ആ മൊബൈൽ നമ്പർ ആരുടേതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. അത് ലോ കോളേജ് സ്റ്റുഡന്റ് ആയിട്ടുള്ള അരുൺ എന്ന് പറയുന്ന 19-കാരൻ്റെതാണ് എന്ന് പോലീസുകാർ മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ഈ ചെറുപ്പക്കാരനെ പിന്നീട് പോലീസുകാർ പിടിച്ചു കൊണ്ടുവന്നതിന് ശേഷം ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്യുകയാണ്. ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇവനെ വിട്ടയക്കുകയും ചെയ്തു. ഗിരീഷ് എന്ന് പറയുന്ന ഒരുത്തനെ ഇവനിക്ക് അറിയില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസുകാരുടെ പക്കൽ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീടാണെങ്കിൽ ഇവൻ സ്റ്റേഷന്റെ പുറത്തിറങ്ങിയതിനു ശേഷം ഒരു നമ്പറിലോട്ട് ഫോൺ കോളും കാര്യങ്ങൾ ചെയ്യുകയാണ്. മറിച്ച് ഇവന്റെ ഫോണും കാര്യങ്ങളും പോലീസുകാർ ട്രേസും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവൻ ആ മൊബൈലിലൂടെ പറയുകയാണ്, ഞാൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങി. ഇപ്പോൾ എന്നെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നെ അവർക്ക് സംശയമില്ല, ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ സേഫാണ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവൻ വേറെ ആരെയുമായിരുന്നില്ല വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഗിരീഷിന്റെ എൻഗേജ്മെന്റും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള ശുഭ എന്ന് പറഞ്ഞ 21-കാരിയായിരുന്നു ഇവൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇവർ രണ്ടുപേരുമാണ് ക്രൈം ചെയ്തിട്ടുള്ളത് എന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കും. പിന്നീട് ഇവർ രണ്ടുപേരും പിന്നീട് പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയതിനു ശേഷം ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ശുഭ തുറന്നു പോലീസുകാരുടെ പക്കൽ പറയുകയും ചെയ്തു. ഇവർ രണ്ടുപേരും കോളേജിൽ പഠിക്കുമ്പോൾ രണ്ടുപേരും സ്നേഹത്തിലാകുകയാണ്, അരുണും അതുപോലെ തന്നെ ശുഭയും. പിന്നീട് ഇവർക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ശുഭയാണ് വീട്ടുകാരുടെ പക്കൽ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഇവൻ അവതരിപ്പിക്കുകയും ചെയ്തു. ഈ ചെക്കനിക്ക് അരുൺ എന്ന് പറയുന്ന ഈ ചെക്കനിക്ക് 19 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ വിവാഹം കാര്യങ്ങൾ നടത്തി കൊടുക്കില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഇരിക്കുകയാണ് ഗിരീഷിന്റെ കല്യാണാലോചനയും കാര്യങ്ങളും വരുന്നത്. അങ്ങനെ ഇരിക്കെ വീട്ടുകാർ തമ്മിൽ രണ്ടുപേരും കൂടി തമ്മിൽ സംസാരിക്കുകയും പിന്നീട് ഈ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ വിവാഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇവർക്ക് ഊരിപ്പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് ഈ എൻഗേജ്മെന്റ് പാർട്ടിയും കാര്യങ്ങളും നടക്കുന്നിടത്താണെങ്കിൽ ഈ അരുൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇവളാണ് മുഴുവനായിട്ട് വളരെയധികം വലിയ രീതിയിൽ തന്നെ സന്തോഷപരമായിട്ട് നടത്തേണ്ട ഒരു പരിപാടിക്ക് യാതൊരു രീതിയിലുള്ള സന്തോഷമില്ലാതെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇത് നാണയ്യ ഇത്തരത്തിൽ തന്നെ നോട്ടും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീടാണ് ഇവിടെ ഫോൺ റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഈ അരുൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പിന്നീട് പോലീസുകാരെ നോട്ടും കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഇവനിക്ക് കൊലപാതക അറ്റംപ്റ്റ് നടന്ന അന്ന് ഏകദേശം 75ഓളം തവണ ഇവളെ മൊബൈലിലോട്ട് ഒരു നമ്പറും കാര്യങ്ങളും വിളിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു. ആ നമ്പറാണ് പോലീസുകാർ ട്രേസും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് അവിടെ ഉണ്ടായ പല ആൾക്കാർ ഇവളെ പക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സന്തോഷമില്ലാതെ ഇരിക്കുന്നത് എന്ന് പല ആൾക്കാരും ഇവളെ പക്കൽ ചോദിച്ചപ്പോൾ അവരോടെല്ലാം ഇവളെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഇവളുടെ പക്കൽ പറഞ്ഞു, എന്നാൽ നിനക്ക് നിന്റെ വീട്ടുകാരുടെ പക്കൽ പറഞ്ഞൂടെ എന്ന് പറയുകയും ചെയ്തു. മറിച്ച് ഇവൾ പറയുകയാണെങ്കിൽ വീട്ടുകാരുടെ പക്കൽ ഞാൻ പറഞ്ഞിട്ടും വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്ന്. അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളൊന്ന് എൻ്റെ വീട്ടുകാരുടെ പക്കൽ പറയാമോ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവരുടെ പക്കൽ പറയുകയും ചെയ്തു. ഇത്തരത്തിൽ തന്നെ ആ എൻഗേജ്മെന്റിന് വന്നിട്ടുണ്ടായിരുന്ന ആളുകളെല്ലാം പിന്നീട് നാണയ്യ ക്വസ്റ്റ്യനും കാര്യങ്ങൾ
ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ശുഭയെ പിന്നീട് പോലീസുകാർക്ക് സംശയവും കാര്യങ്ങളും വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ വർത്താനം കാര്യങ്ങൾ അവിടെ വന്ന ബന്ധുക്കൾക്കെല്ലാം കേട്ടതിന് ശേഷം പിന്നീടാണ് ഇവിടെ മക്കൾ ആരും സംസാരിക്കാൻ വേണ്ടി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് അരുണും അതുപോലെ തന്നെ ശുഭയും കൂടിയിട്ട് ഗിരീഷിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇവ മരണപ്പെടുകയാണ്, വിവാഹം കാര്യങ്ങൾ നടക്കില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തു. എൻഗേജ്മെന്റ് മാത്രമല്ല നടന്നിട്ടുള്ളൂ. ഇതൊക്കെ കൂടി തന്നെ ഗിരീഷിനെ കൊല്ലണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അരുണും അതുപോലെ തന്നെ ശുഭയും കൂടി ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീടാണെങ്കിൽ അരുണാണ് ഒരു വാടക കൊലയാളെ വിളിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇവർ രണ്ടുപേരും കൂടിയിട്ട് കൊലപാതകം ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഇവർ ഒരു ദിവസം തീരുമാനിക്കുകയാണ്. പിന്നീടാണ് അന്നേ ദിവസം ഇവർ ഗിരീഷിനെ കൊല്ലാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ശുഭ പറയാണ്, ഇതൊക്കെ നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയത് കൂടില്ല, ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ എന്താക്കാം, അവനെ വിളിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വൈകുന്നേരം ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗിരീഷിനെ വിളിച്ചു കൊണ്ടുവരികയാണ്. ലഞ്ചും കാര്യങ്ങളും രണ്ടുപേരും കഴിച്ചതിന് ശേഷം പിന്നീട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ വെച്ച് ഇവനെ കൊല്ലാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു. ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇവന്റെ പക്കൽ ഇവിടെ പറയുന്നത്, നമുക്ക് രണ്ടുപേർക്കും പുറത്താണെങ്കിൽ വിമാനം ലാൻഡ് ചെയ്യുന്ന കാണാൻ പോയാലോ, ഞാൻ ഇതുവരെ വിമാനം ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോതമംഗലം റൂട്ടിലോട്ടാണ് ബൈക്ക് തിരിച്ച് വിടുകയാണ് ചെയ്തത്. അന്നേ സ്ഥലത്താണ് പിന്നീടാണെങ്കിൽ ഈ അരുണിന്റെ വാടക കൊലയാളി അരുണ് ചേർന്നുകൊണ്ട് തന്നെ പിന്നീട് ഇവന്റെ പക്കൽ വരികയും പിന്നീട് ഇരുമ്പ് റോഡ് വെച്ച് ഗിരീഷിനെ തലക്കടിക്കുകയും ചെയ്തു. ഇത് കണ്ട ആൾക്കാരാണ് തടിച്ചു കൂടിയപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും ഭയന്ന് ഓടിപ്പോവുകയാണ്. പിറ്റേ ദിവസം കഴിഞ്ഞതിന് ശേഷം ഗിരീഷാണ് മരണപ്പെടുകയും ചെയ്തു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ രണ്ടുപേരും പോലീസുകാരുടെ പക്കൽ തുറന്നു പറയുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ ഇതിന് നല്ല വീഡിയോ വരാം. ഇറ്റ്സ് മീ അഫ്രാദ്.